നമസ്കാരം. 1 PM ന്യൂസിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് ശിവരാമൻ. ശ്രീനന്ദയ്ക്ക് വിട ചൊല്ലി നാട്. കർണാടകയിലെ ചിക്മംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ വിട നൽകി നാട്. രാവിലെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. നൂറുകണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിൽ സംസ്കാരം ഉടൻ നടക്കും. ഇപ്പോൾ ശ്രീനന്ദയുടെ വീട്ടിൽ നിന്ന് ഷാരിഖ് നവാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷാരിഖ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കർണാടകയിലെ ചിക്മംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് നാടിപ്പോൾ വിട നൽകിയിരിക്കുകയാണ്. രാവിലെയാണ് കർണാടകത്തിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. അവിടെ പൊതുദർശനത്തിനിടെ വൈകാരിക രംഗങ്ങളായിരുന്നു. നൂറുകണക്കിന് ആളുകൾ ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. മൃതദേഹം ഇപ്പോൾ തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. ഷാരിഖ് നവാസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷാരിഖ്, സംസ്കാരം എപ്പോൾ നടക്കും? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, മൃതദേഹം അല്പസമയം മുൻപാണ് കടമ്പഴിപ്പുറത്തെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. ആംബുലൻസിൽ കൊണ്ടുപോയത് തിരുവില്ലാമലം ഐവർമഠ ശ്മശാനത്തിൽ വെച്ചാണ് മൃതദേഹം സംസ്കരിക്കുക. ഐവർമഠത്തിൽ ചെറിയ ചടങ്ങുകളുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് സംസ്കരിക്കും. ഏകദേശം 2 മണിയോടുകൂടിയാണ് സംസ്കാരം ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇവിടെ നിന്ന് 1 മണിക്കൂറോളം യാത്ര തിരുവില്ലാമല ഐവർമഠത്തിലേക്കുണ്ട്. അവിടെ വെച്ച് 2 മണിയോടുകൂടി ശ്രീനന്ദയുടെ മൃതദേഹം സംസ്കരിക്കും. ഈ നാട് ഏറെ വേദനയോടെയാണ് ശ്രീനന്ദയ്ക്ക് വിട ചൊല്ലിയത്. കാരണം ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവളായിരുന്നു, ഈ നാടിൻ്റെ പൊന്നോമനയായിരുന്നു. നന്ദൂട്ടി എന്നാണ് ഈ നാട് അവളെ വിളിച്ചിരുന്നത്. 14 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനന്ദ കർണാടകയിലെ ചിക്കമംഗളൂരിലെ മണിക്കധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് കാണാതാവുകയും തുടർന്ന് അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട് മരിക്കുകയും എന്നാണ് ലഭിച്ച വിവരം. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം എന്നാണ് നിഗമനം. ശ്രീനന്ദയുടെ കുടുംബം ദുരൂഹത ഉന്നയിച്ചതിനാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചർച്ചകളിൽ ചുറ്റിത്തിരിഞ്ഞ UDF. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്ന അഭിപ്രായവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. VD സതീശനെ പിന്തുണച്ച് പ്രതികരണം നടത്തിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ AI ഗ്രൂപ്പുകൾ തള്ളി. ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ഉചിതമായ സമയത്ത് ചർച്ചയാകാമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണ് പിന്തുണയെന്ന് ആദ്യം പരസ്യമായി പറഞ്ഞത് K. സുധാകരൻ. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു. വലിയ വിജയം ലക്ഷ്യമിടുന്ന കോൺഗ്രസിൽ അണിയറക്കരു നീക്കങ്ങൾ സജീവമെന്ന സൂചന നൽകുന്നതാണ് ഈ പ്രതികരണങ്ങൾ. ഷിയാസിന്റെ പ്രസ്താവനയെ KC വേണുഗോപാൽ പക്ഷത്തുള്ള M. ലിജു തള്ളിയിരുന്നു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് നേതാക്കൾ പിന്തിരിയണമെന്ന് A ഗ്രൂപ്പ് നേതാവ് KC ജോസഫ് ആവശ്യപ്പെട്ടു. ഫലം വരുന്നതിന് മുൻപുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ജനം തള്ളുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? കോൺഗ്രസ് പാർട്ടിയുടെ രീതി എന്താണ്? ജയിച്ച MLA-മാരുടെ ഉപദേശം ചോദിച്ചിട്ട് അവർ അവസാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഞങ്ങൾ ജയിച്ച മുഖ്യമന്ത്രി ഉണ്ടാവും. ആരാണ്, എവിടെയാണ്, ഏത് നഗരത്താണ് പറയാൻ ഒരു സാധ്യത.
ഫലം വരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ തുടങ്ങിയ ചർച്ചകൾ എതിരാളികൾക്ക് ആയുധമാകുമെന്നും വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്നും കോൺഗ്രസിലും UDF-ലും അഭിപ്രായമുണ്ട്. കോൺഗ്രസിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ, കോൺഗ്രസ് നിയമസഭാ സാമാജികരുടെ അഭിപ്രായമെല്ലാം വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായൊരു തീരുമാനമെടുക്കും. അതാണ് കോൺഗ്രസിൻ്റെ രീതി. അതേസമയം അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന് മുതിർന്ന നേതാവ് KN ഖാദർ പ്രതികരിച്ചു. ഇത്ര മന്ത്രിമാരെ കിട്ടണം, ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടണം, അത് വേണം ഇത് വേണം എന്നൊക്കെ ഒരു വാശി പിടിച്ചിട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പോലുള്ളൊരു പെരുമാറ്റം വളരെ പരിപക്വമായ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഉചിതമായ സമയത്ത് ഉപമുഖ്യമന്ത്രി പദത്തിൽ ഉൾപ്പെടെ ചർച്ചയാകാമെന്നാണ് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി ഹൈബി ഈഡൻ MP. മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തിന്റെ ശൈലിയിലാണ് കാര്യങ്ങൾ പറയുന്നതെന്നും അത് നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഹൈബി ഈഡൻ പ്രതികരിച്ചു. അപ്പോൾ ഷിയാസിന്റെ ഒരു ശൈലിയാണത്. അത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശൈലിയാണ്. അത് ഷിയാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ഇന്നലെ പറഞ്ഞതിനോടുള്ള ചോദ്യങ്ങളിൽ നിന്ന് മുഹമ്മദ് ഷിയാസ് ഒഴിഞ്ഞുമാറി. സഭയ്ക്കും ബിഷപ്പുമാർക്കുമെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ BJP നേതാക്കളായ PC ജോർജിനും ഷോൺ ജോർജിനും പരോക്ഷ മറുപടിയുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. മിണ്ടിപ്പോകരുത് എന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി വന്നാലും ഇനിയും നിലപാട് പറയുമെന്ന് ദീപികയുടെ മുഖപ്രസംഗം. അതേസമയം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PC ജോർജും ഷോൺ ജോർജും. യുദ്ധകാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ വിമർശിച്ച ലിയോ 14 മാർപ്പാപ്പയെയും ജോസഫ് സ്റ്റാലിനെതിരെ നിലപാട് സ്വീകരിച്ച 11 പിയൂസ് മാർപ്പാപ്പയെയും ചൂണ്ടിക്കാട്ടിയാണ് PC ജോർജിനും ഷോൺ ജോർജിനും ദീപികയുടെ മറുപടി. സൈന്യമുണ്ട്, ശബ്ദിക്കരുത് എന്നാണ് ഏകാധിപതികൾ പറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ഭിക്ഷാംദേഹികളായ കവലച്ചട്ടമ്പിമാരും ഇങ്ങനെ പറയുന്നു. FCRAയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന് ചില രാഷ്ട്രീയ അവസരവാദികൾ പറയുന്നു. പല നിയമങ്ങളും പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യില്ലെന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. എന്നാൽ ദീപികയ്ക്കെതിരായ നിലപാട് ഷോൺ ജോർജ് ഇന്നും ആവർത്തിച്ചു. പക്ഷം പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സഭയുടെ മുഖപത്രമെന്ന വ്യാജേന അത് നടത്തിയതിനെയാണ് ഞാൻ വിമർശിച്ചത്. ദീപികയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത സഭയ്ക്കില്ല. കഴിഞ്ഞ ഒരു 6 മാസക്കാലമായി വീക്ഷണവേദ ദീപികയാണെന്ന് തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത സ്ഥിതിയാണ്. അപ്പൊ അത് സഭയുടെ ചെലവിൽ വേണം. ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കാൻ PC ജോർജും തയ്യാറായില്ല. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല, സഭയുടെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും, ഇനിയും പറയും. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ്. എനിക്കെതിരായിട്ട് മഠത്തിലോട്ട് വിളിച്ച് പറഞ്ഞ പിതാവ് പറഞ്ഞ വോട്ട് കിട്ടുമോ? വിവാദങ്ങൾക്കിടെ PC ജോർജ് പാലാ രൂപതയിൽ സന്ദർശനം നടത്തി. 100ാം പിറന്നാൾ ആഘോഷിച്ച ബിഷപ്പ് ജോസഫ് പള്ളിക്കപ്പറമ്പലിനെ കാണാനാണ് PC ജോർജ് എത്തിയത്. PC ജോർജിനെ രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാജയ ഭീതിയിൽ വിറളി പൂണ്ടിട്ടാണ് കോട്ടയം ജില്ലയിലെ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ശ്രീ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും കേരള കത്തോലിക്ക സഭയ്ക്കെതിരെ, മെത്രാന്മാർക്കെതിരെ, ദീപിക പത്രത്തിനെതിരെ നിരന്തരമായ അധിക്ഷേപ വർഷം ചൊരിയുന്നത്. BJPക്കൊപ്പം നിന്നില്ല എങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെയും ദീപിക പത്രത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കളയാം, വരുതിക്ക് കൊണ്ടുവന്ന് കളയാം എന്നുള്ള നിലപാട് കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്ന ഒന്നല്ല. 24 കോട്ടയം. കത്തോലിക്ക സഭയ്ക്കും ദീപിക ദിനപത്രത്തിനെതിരെയുമുള്ള അധിക്ഷേപ പരാമർശങ്ങളിൽ PC ജോർജിനെയും ഷോൺ ജോർജിനെയും തള്ളാതെ BJP നേതൃത്വം. പൂഞ്ഞാറിന്റെ സാഹചര്യത്തിലാണ് PC ജോർജിന്റെ അഭിപ്രായമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് പറഞ്ഞു. ഷോൺ മനസ്സിൽ തോന്നിയത് രാഷ്ട്രീയ വിമർശനമായി പറഞ്ഞു. ദീപികയിലെ മുഖപ്രസംഗം രാഷ്ട്രീയ താൽപര്യത്തിൽ വന്നതാണെന്നും S സുരേഷ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത വിലയിരുത്താനുള്ള ചർച്ചകളിലേക്ക് കടന്ന LDF CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. 140 മണ്ഡലങ്ങളിലെയും കണക്കുകൾ ശേഖരിച്ചതിനു ശേഷം വിജയസാധ്യതാ ചർച്ചകളിലേക്ക് കടക്കുകയാണ് LDF. MN സ്മാരകത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ചേരും. പാർട്ടി മത്സരിച്ച 25 സീറ്റുകളുടെയും കണക്കുകൾ CPI സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചു. കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPIയുടെ വിലയിരുത്തൽ. മന്ത്രിമാരടക്കം മത്സരിച്ച മണ്ഡലങ്ങളിൽ കടുപ്പമേറുമെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ CPIക്ക് പോസിറ്റീവ് പ്രതീക്ഷ എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI മാത്രമല്ല LDF ആകെ തന്നെ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഫലം കാത്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, ജനങ്ങൾ LDFന്റെ മൂന്നാം കൂടെ ഉറപ്പാക്കിയിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റികൾ വഴിയുള്ള CPIMന്റെ കണക്ക് ശേഖരണം ഇന്ന് പൂർത്തിയാകും. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിനായി നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചിട്ടുണ്ട്. 2021 ലഭിച്ച സീറ്റുകൾ ലഭിക്കില്ലെങ്കിലും ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് CPIM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂരിൽ അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. പയ്യന്നൂരിലെ UDF പിന്തുണയുള്ള സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ മതിൽ തകർത്തു. V കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന മാതമംഗലം പേരൂൽ സ്വദേശി MK നാരായണന്റെ കാർ കത്തിക്കാനും ശ്രമം നടന്നു. അക്രമ സംഭവങ്ങളെ തുടർന്ന് ADM രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു. വോട്ടെടുപ്പിന് പിന്നാലെ തുടങ്ങിയ അക്രമ സംഭവങ്ങൾക്ക് പയ്യന്നൂരിൽ ഇപ്പോഴും അറുതിയായിട്ടില്ല. ഇന്നലെ രാത്രി 12:30യോടെയാണ് മാതമംഗലം പേരൂൽ സ്വദേശി MK നാരായണന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാർ കത്തിച്ചത്. അക്രമികൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. വീട്ടുകാർ പുറത്തിറങ്ങുമ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. ചപ്പാരപ്പടവ് പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരനാണ് നാരായണൻ. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇതാകാം ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. V കുഞ്ഞികൃഷ്ണന്റെ കാങ്കോൽ കരിങ്കുഴിയിലെ പ്ലോട്ടിന്റെ മതിലും അക്രമികൾ തകർത്തു. അവിടെ ഉണ്ടായിരുന്ന മഴമറയ്ക്കും തീയിട്ടു. സംഭവത്തിന് പിന്നിൽ TI മധുസൂദനനാണെന്ന് UDF ആരോപിച്ചു. അക്രമ സംഭവങ്ങൾ ആവർത്തിച്ചതോടെയാണ് ADM എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും യോഗം വിളിച്ചത്. വൈകിട്ട് 4:30 പയ്യന്നൂർ താലൂക്ക് ഓഫീസിലാണ് യോഗം. മിനിഞ്ഞാന്ന് പയ്യന്നൂർ സ്വദേശി പുരുഷോത്തമന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും അക്രമികൾ കത്തിച്ചിരുന്നു. അതേസമയം മാധ്യമങ്ങളെ ഉപയോഗിച്ച് കുഞ്ഞികൃഷ്ണൻ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് കാണിച്ച് TI മധുസൂദനൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. 24 കണ്ണൂർ. തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ നേട്ടമുണ്ടാക്കുമെന്ന് CPIM വിലയിരുത്തൽ. 6 സീറ്റുകളിൽ LDF വിജയിക്കുമെന്ന് പ്രതീക്ഷ. സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ തൃപ്പൂണിത്തറ പിടിച്ചെടുക്കും എന്നാണ് അവകാശവാദം. ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ആലുവയിൽ ശക്തമായ മത്സരം നടത്താൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ കൂടി CPIMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിന് ഉണ്ട്. നാളെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ജില്ലകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ചർച്ചയാകും. ഇപ്പോൾ എറണാകുളത്ത് നിന്നുള്ള റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. 6 സീറ്റുകളിൽ വിജയം ഉറപ്പ് എറണാകുളത്ത് എന്നാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, CPIMന്റെ വിലയിരുത്തൽ എറണാകുളം ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 14 നിയോജക മണ്ഡലങ്ങളിൽ 9-5 എന്നുള്ളതാണ് തൽസ്ഥിതി. അതായത് 9ഉം UDFനൊപ്പം നിൽക്കുന്നു. വലിയ ഒരു തരംഗം LDFന് അനുകൂലമായി 2021 ഉണ്ടായപ്പോഴും UDFന് വലിയ ഒരു കോട്ടം തട്ടാത്ത ജില്ലയായിരുന്നു എറണാകുളം. ഇപ്രാവശ്യം 5 നിയോജക മണ്ഡലങ്ങൾക്ക് പുറമെ ഒരു മണ്ഡലം കൂടി പിടിച്ചെടുക്കുമെന്ന് CPIM വിലയിരുത്തുന്നു. അതായത് മറ്റിടങ്ങളിലെല്ലാം തന്നെ CPIMന് ക്ഷീണമുണ്ടാകും എന്നുള്ളൊരു കണക്കൂട്ടിലാണ്. എറണാകുളത്തേക്ക് അതെത്തുമ്പോൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ 5 സീറ്റുകൾക്ക് പുറമെ ഒരു സീറ്റ് കൂടി പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. നിലവിൽ വൈപ്പിനും കളമശ്ശേരിയും കോതമംഗലവും കൊച്ചിയും ഉൾപ്പെടെ കയ്യിലുണ്ടായ ഒരു സമയത്ത് ഇനി തൃപ്പൂണിത്തുറ കൂടി ഒപ്പം പിടിച്ചെടുക്കാം എന്നുള്ളതാണ് കരുതുന്നത്. വൈപ്പിനിലെ MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണനാണ് തൃപ്പൂണിത്തുറയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ വളരെ ചെറിയ മാർജിനിൽ 1000-ൽ താഴെ വോട്ടുകളുടെ മാർജിനിലായിരുന്നു K ബാബുവിന്റെ വിജയമെങ്കിൽ ഇപ്രാവശ്യം വൈപ്പിൻ MLAയെ തൃപ്പൂണിത്തുറയിലേക്ക് എത്തിച്ചതോടുകൂടി അവിടെ ഒരു നേട്ടം
നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഒരു വിലയിരുത്തലുള്ളത്. ഒപ്പം തന്നെ BJP ഒരു എ ക്ലാസ് മണ്ഡലമായി കരുതിയതായിരുന്നു തൃപ്പൂണിത്തുറ. അവിടെ 2020 സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ്. അതുകൊണ്ട് തന്നെ BJPയിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ താഴേക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് CPMന് അനുകൂലമാവുകയും മണ്ഡലം പിടിച്ചെടുക്കാം എന്നുള്ളതുമാണ് വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ 6 മണ്ഡലങ്ങൾ അവിടെ ലഭിക്കും. മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നതും എറണാകുളത്തായിരിക്കും. അങ്ങനെ 6 സീറ്റുകൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഭരണം പിടിക്കാവുന്ന നിലയിലേക്ക് മാറുമെന്നുള്ളതുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട്. വിജയൻ കൊച്ചിയിൽ നിന്ന്. ആകാശസീമകൾക്കപ്പുറം മനുഷ്യർ നടത്തിയ ഐതിഹാസികമായ മറ്റൊരു യാത്രയ്ക്ക് ശുഭപര്യവസാനം. ചന്ദ്രനെ തൊട്ടരികെ കണ്ട് ചരിത്രം കുറിച്ച ആർടെമിസ് 2 ദൗത്യസംഘം ഭൂമിയുടെ മടിത്തട്ടിൽ മടങ്ങിയെത്തി. പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തെ പസഫിക് സമുദ്രജലത്തെ തഴുകി ഒറൈൻ പേടകം സുരക്ഷിതമായി ഇറങ്ങി. പത്തുനാൾ നീണ്ട ചാന്ദ്രദൗത്യത്തിന് ശേഷം ആർടെമിസ് 2 ദൗത്യത്തിലെ 4 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയെ തൊട്ടു. ഇന്ന് രാവിലെ സഞ്ചാരികളെ വഹിച്ച ഒറൈൻ പേടകം പസഫിക് സമുദ്രത്തിൽ പതിച്ചു. അരനൂറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി ഭൂമിയിലേക്ക് വിജയകരമായി മടങ്ങിയെത്തിയത്. ഇന്ത്യൻ സമയം ഏപ്രിൽ 2 പുലർച്ചെ 4:05 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു ചാന്ദ്രദൗത്യത്തിന് തുടക്കമായത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യസംഘത്തിലുണ്ടായിരുന്നത്. ആദ്യ 2 ദിവസം 2 വട്ടം ഭൂമിയെ വലം വെച്ച ശേഷമാണ് ഒറൈൻ പേടകം ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഏപ്രിൽ 6 ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യരെന്ന റെക്കോർഡ് ആർടെമിസ് 2 സഞ്ചാരികൾ നേടി. ഏപ്രിൽ 7 7 മണിക്കൂറോളം നീണ്ട ലൂണാർ ഫ്ലൈബൈയിൽ ചന്ദ്രന്റെ മറുപകുതിയിൽ കടന്നതോടെ മറ്റൊരു നാഴികക്കല്ലും സംഘം പിന്നിട്ടു. അന്ന് പുലർച്ചെ 4:32 ചന്ദ്രനിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 6545 കിലോമീറ്ററിലും പേടകമെത്തി. 53 മിനിറ്റ് സമയം നീണ്ടുനിന്ന സൂര്യഗ്രഹണത്തിനും പേടകത്തിലെ സഞ്ചാരികൾ സാക്ഷികളായി. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തമായ ഓറിയന്റിലെ ബേസ് അഥവാ ഗ്രാൻഡ് കനൈൻ ഇതാദ്യമായി സഞ്ചാരികൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതും യാത്രയിലെ അപൂർവ അനുഭവമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളവരുമായും യാത്രയിൽ സഞ്ചാരികൾ സംസാരിച്ചു. അപൂർവമായ നിരവധി ചിത്രങ്ങളാണ് യാത്രയിൽ പകർത്തിയത്. ദൗത്യത്തിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യ വനിതയായി ക്രിസ്റ്റീന കുക്കും, ആദ്യത്തെ കറുത്തവർഗക്കാരനായി വിക്ടർ ഗ്ലോവറും, ആദ്യത്തെ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായി കനേഡിയനായ ജെറമി ഹാൻസനും മാറി. യാത്രയിൽ 4 പേർക്കും കൂട്ടായി ഒരു 5-ാമനുമുണ്ടായിരുന്നു, റൈസ് എന്ന ചെറുപാവ. അതിനകത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്ത 56 ലക്ഷം മനുഷ്യരുടെ പേരടങ്ങിയ മെമ്മറി കാർഡും. ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന ആർടെമിസ് 4 ദൗത്യത്തിന് മുന്നോടിയായി ഒറൈൻ പേടകത്തിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായി പരീക്ഷിക്കാനും ആർടെമിസ് 2 ദൗത്യത്തിനായി. 2028 ആർടെമിസ് 4 ദൗത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ നാസ പദ്ധതിയിട്ടിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. സ്ഥിരം വെടിനിർത്തലിനായുള്ള ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് അല്പസമയത്തിനകം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തുടക്കമാകും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമാബാദിലെത്തി. സമാധാന കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ സൈനികാക്രമണം ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലെത്തിയ വിമാനത്തിനുള്ളിലെ ചിത്രം പങ്കുവച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫ്. വിമാനത്തിന്റെ സീറ്റുകളിൽ മിനാബിലെ സ്കൂളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളും അവരുടെ കത്തിക്കരിഞ്ഞ സ്കൂൾ ബാഗുകളും റോസാപ്പൂക്കളുമാണ്. ഈ വിമാനത്തിൽ എന്റെ സഹയാത്രികർ, മിനാബിലെ 168 കുട്ടികൾ എന്ന അടിക്കുറിപ്പോടെയാണ് ഗാലിബഫ് എക്സിൽ ചിത്രം പോസ്റ്റ് ചെയ്തത്. IPL ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന 1-ാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2-ാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എതിരാളികൾ ഡൽഹി ക്യാപിറ്റൽസ് ആണ്. മലയാളി താരം സഞ്ജു സാംസൺ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ചെന്നൈ ആരാധകർ.
ISL തുടർ തോൽവികൾക്ക് അവസാനമിടാമെന്ന പ്രതീക്ഷയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിൽ. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ബംഗളൂരു FC. 7-ൽ 6 കളിയും തോറ്റ ബ്ലാസ്റ്റേഴ്സ് 13-ാം സ്ഥാനത്താണ്. അതേസമയം 14 പോയിന്റുമായി 4-ാം സ്ഥാനത്താണ് ബംഗളൂരു FC. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.